ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളതെന്ന് നോക്കാം. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 5 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇന്ന് എനർജി മറ്റുള്ളവരാൽ നമ്മൾ ഉപയോഗിക്കപ്പെടുക എന്ന് പറയും. അതായത് നമ്മളെ ഉപയോഗിച്ച് മറ്റുള്ളവർ കാര്യം കാണും. ഇവിടെ നമ്മുടെ ഇമോഷൻസിനെ യൂസ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് അവർ കാര്യം കാണുന്നതാകാം. അപ്പോൾ നമ്മളെ മുതലാക്കുക അല്ലെങ്കിൽ നമ്മളെ ഉപയോഗപ്പെടുത്തുക എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു എനർജിയാണ് 5 ഓഫ് സ്പോർട്സ് എന്ന് പറയുന്നത്. എന്ത് വില കൊടുത്തും നേടുക, എന്ത് വില കൊടുത്തും ജയിക്കുക എന്നൊക്കെ പറയുന്നൊരു എനർജിയാണ് ഈ 5 ഓഫ് സ്പോർട്സ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വർക്ക് പ്ലേസിലായാലും നിങ്ങൾ എവിടെയായാലും അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു ചലഞ്ചസ്, കുറേ അധികം ചലഞ്ചസ് ഉണ്ടാകാനോ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകാനോ ഒക്കെ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. ഇമോഷൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളായിട്ട് ആരുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. മറ്റുള്ളവർ നമ്മുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളെ മുതലാക്കാനോ ശ്രമിച്ചാൽ നമ്മളത് വെച്ച് പൊറപ്പിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇത് 5 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ കാർഡൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വായിക്കാം, അതായിരിക്കും നല്ലത്. 6 ഓഫ് വാണ്ട്സ്, പേജ് ഓഫ് സോഡ്സ്, 10 ഓഫ് പെൻറ്റക്കിൾസ്, 10 ഓഫ് സോഡ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ, 5 ഓഫ് വാണ്ട്സ്, Queen of Swords, 6 of Cups ആൻഡ് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. ബോട്ടം വന്നിരിക്കുന്നത് 8 ഓഫ് കപ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇമോഷണലി വളരെ കലുഷിതമായിട്ടൊരു ദിവസം പോലെയാണ് കാണുന്നത്. കുറച്ച് കോൺഫ്ലിക്റ്റ് ഒക്കെ ഉള്ള ദിവസമാണ്. നമ്മൾ ചോദ്യം ചെയ്യപ്പെടുക, ചലഞ്ച് ചെയ്യപ്പെടുക, ഇമോഷണലി ഹേർട്ട് ആവുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ കാർഡ്സിലുള്ളത്. അപ്പോൾ 5 ഓഫ് സോഡ്സ് ഓൾറെഡി പറഞ്ഞു, അവിടെ മറ്റുള്ളവർ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മളെ കരിവാക്കുക എന്നൊരു എനർജിയാണുള്ളത്. അടുത്തത് 6 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ പബ്ലിക് റെക്കഗ്നിഷൻ കിട്ടുക, നമ്മൾ ആദരിക്കപ്പെടുക എന്നാണ്. അതുപോലെ നമ്മൾ ചെയ്തൊരു പ്രവൃത്തിക്ക് ഫലം കിട്ടുന്നു, അത് മറ്റുള്ളവർ റെക്കഗ്നൈസ് ചെയ്യുന്നതാണ്. മറ്റുള്ളവരെ അഭിനന്ദിക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് നമ്മുടെ മെറിറ്റിൻ്റെ പേരിൽ നമുക്ക് അഭിനന്ദിക്കപ്പെടുക എന്നുള്ളതാണ് 6 ഓഫ് വാണ്ട് പറയുന്നത്. ഒരു പാഷനെ ചേസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവിടെ ഒരു സക്സസ് ഉണ്ടാവുന്നുണ്ട്, മറ്റുള്ളവരെ കാണിക്കാൻ പാകത്തിനുള്ള ഒരു സക്സസ് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അത് അച്ചീവ്മെൻ്റ് ആണ്, സമ്മാനങ്ങൾ കിട്ടുന്നതായിരിക്കാം. അങ്ങനെ സമ്മാനിതരാവുന്നതും സക്സസ് ആൻഡ് വിക്ടറി ഉണ്ടാവുന്നതുമാകാം. അപ്പം മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വിജയശ്രീലാളിതരാവുന്നതും നിങ്ങൾ മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുന്നതും ഒക്കെയാണ് 6 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഇത് ഒരു റീയൂണിയൻ്റെ കാർഡാണ്. ഒരു പേഴ്സണെ ചേസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലുണ്ടായിട്ട് സെപ്പറേഷൻ ഫേസിലുണ്ടായിരുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇന്നൊരു റീയൂണിയൻ്റെ ദിവസമായിട്ടാണ് കാണുന്നത്. അതാണ് 6 ഓഫ് വാണ്ട്സിൻ്റെ എനർജി പറയുന്നത്. പബ്ലിക് റെക്കഗ്നിഷൻ കിട്ടും, സക്സസ് ആണ്, വിക്ടറിയാണ്. അതുപോലെ ഒരു ഘോഷയാത്രയിലൊക്കെ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. അതാണ് 6 ഓഫ് വാണ്ട്സിൻ്റെ എനർജി പറയുന്നത്. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് പേജ് ഓഫ് സ്വോർഡ്സ് ആണ്. അപ്പോൾ എന്തൊരു പുതിയ തുടക്കമുണ്ടെന്നാണ്. അതായത് നിങ്ങൾ എവിടെയാണോ വീണ് പോയത് അവിടെ നിന്നും നിങ്ങൾ പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്നാണ്. അത് 10 ഓഫ് സോഡ് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ 10 ഓഫ് സോഡിന് ശേഷമുള്ള കാർഡാണ് പേജ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ ശരിക്കും നിങ്ങൾ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ജോലി നഷ്ടപ്പെട്ടവരായിരിക്കാം, പ്രണയ നൈരാശ്യമായിരിക്കാം, കള്ളത്തരം പിടിക്കപ്പെട്ടവരായിരിക്കാം, വഞ്ചിക്കപ്പെട്ടവരായിരിക്കാം, ബാക്ക് സ്റ്റാബിങ് കിട്ടിയവരായിരിക്കാം. അങ്ങനെ മുമ്പ് സംഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക്, അങ്ങനെയുള്ളവർക്ക് ഇന്ന് അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്നാണ് പേജ് ഓഫ് സോഡ്സ് പറയുന്നത്. ഈ പേജ് ഓഫ് സോഡ്സ് ഒരു പാസ്റ്റ് ലൈഫിൻ്റെ കാർഡാണ്. അതുകൊണ്ട് തന്നെ പാസ്റ്റിൽ നിന്നുള്ള ആളുകൾ ചിലപ്പോൾ നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം, നിങ്ങളവരെ മീറ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഇന്നലെ, ഇന്ന്, നാളെയൊക്കെ ദിവസങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ആളുകളെ മീറ്റ് ചെയ്യുന്ന ദിവസമാകാൻ സാധ്യതയുണ്ട്. ഇവിടെ 6 ഓഫ് കപ്സും പറയുന്നത് പാസ്റ്റിൽ നിന്നുള്ള ആളുകളുമായിട്ട് കൂടിച്ചേരുന്നു എന്നുള്ളതാണ്. നൊസ്റ്റാൾജിക് ആയിട്ടുള്ള മെമ്മറീസ് വരുന്നു. അതുപോലെ പാസ്റ്റ് ലൈഫിൽ നിന്ന് തന്നെ, അതായത് ഈ ജന്മം മുൻപെന്നുള്ളതല്ല,
ഈ ജന്മം മുൻപ് ആകാം, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിന്ന് തന്നെ ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാവും. നിങ്ങൾക്ക് സോൾമേറ്റ്സിനെയൊക്കെ കണ്ടെത്താനൊക്കെ പറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് നിങ്ങൾക്ക് മുമ്പേ റിവീൽഡ് ആവുന്നതാണ്. നിങ്ങളുമായി കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളുമായി ചേർന്ന് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിനെ കുറിച്ചൊരു ധാരണയൊക്കെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഈ പേജ് ഓഫ് സോഡ്സ് പറയുന്നത്. അവിടെ ഒരു പുതിയ തുടക്കം ഉണ്ടെന്നാണ്. പിന്നെ അതൊരു തീരുമാനം എടുക്കാൻ നിർബന്ധിതരാകുന്ന ആളുകളുടെ എനർജിയാണ് ഇന്ന്. അതായത് നിങ്ങൾക്ക് ഇന്നൊരു തീരുമാനം എടുത്തേ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആ തീരുമാനം എടുക്കാൻ ഭയം തോന്നുന്നതായിട്ട് തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾ തൊട്ട് മുമ്പ് എടുത്ത ഒരു തീരുമാനം തെറ്റായി പോയതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായും തകർന്നു പോയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു തീരുമാനം എടുക്കുമ്പോൾ വേണോ വേണ്ടയോ, അതോ ചെയ്താൽ തെറ്റായി പോകുമോ എന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഇങ്ങനെ തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് ഭയമാണെങ്കിൽ കാറ്റ് അനുകൂലമാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം ഒരു തീരുമാനം എടുത്തിരുന്നാൽ മതി. ഓക്കെ, നെക്സ്റ്റ് 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പാരമ്പര്യ സ്വത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വരുമാനം ലഭിക്കുന്നതാവാം. അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്ത് ആയി കിട്ടിയ വീടോ മറ്റോ നിങ്ങൾ വിൽക്കുകയോ അല്ലെങ്കിൽ അത് റെനോവേഷൻ നടത്തുകയോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഡീലിങ്സുമായി സംബന്ധിച്ച് ചർച്ച നടത്തുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അവിടെ നിന്നുള്ള വരുമാനം കിട്ടുന്നതാകാം. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ പുതിയ വീടുമായി ബന്ധപ്പെട്ട് വീട് പണി നടക്കുകയോ വീട്ടിൽ കയറി താമസം നടക്കുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും വീടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രവർത്തനം നടക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇന്ന് പല സോഴ്സുകളിൽ നിന്ന് പണം വരും. ഇന്ന് ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ട്. ഫാമിലിയുടെ കാർഡാണ് 10 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഫാമിലിയോടൊപ്പം കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും, ഒരുമിച്ചിരിക്കാൻ പറ്റും. അതുപോലെ 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് പല സോഴ്സിൽ നിന്നും പണം ലഭിക്കുന്നു എന്നുള്ള കാർഡും കൂടിയാണ്. അപ്പോൾ പല സോഴ്സ് എന്ന് പറയുമ്പോൾ പല കൈകളിൽ നിന്ന് നിങ്ങളിലേക്ക് ധാരാളമായിട്ട് പണം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ് കാണുന്നത്. നെക്സ്റ്റ് 10 ഓഫ് സോഡ്സിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ കബളിപ്പിക്കപ്പെടുക, വഞ്ചിക്കപ്പെടുക, ജോലി നഷ്ടപ്പെടുക, പ്രണയനൈരാശ്യം വരിക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ടി നിൽക്കേണ്ടി വരിക, അങ്ങനെയൊരു കാർഡാണ് ഈ 10 ഓഫ് സോഡ്സ്. അപ്പോൾ ഇന്നേ ദിവസം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുറേ ആളുകൾക്ക്. കാരണം ഇവിടെ 5 ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്, ഇവിടെ 5 ഓഫ് വാണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പരസ്പരം വഴക്കുണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ പിന്നിൽ ഗൂഢാലോചന നടക്കുന്ന നിങ്ങൾ മാത്രം അറിയാതിരിക്കുക, നിങ്ങളതിൽ പ്രതിയായി പോവുക, നിങ്ങളറിയാതെ നിങ്ങളതിൽ ഇരയായി പോവുക, പ്രതിയായി പോവുക. നിങ്ങൾ അറിയുന്നുണ്ടാവില്ല ഇത് പുറകിൽ നടക്കുന്നതിനെക്കുറിച്ച്, ബാക്ക് സ്റ്റാബിങ്ങിനെ കുറിച്ച് നിങ്ങൾ അറിയുന്നുണ്ടാവില്ല. പക്ഷേ ഇന്നേ ദിവസം നിങ്ങൾ ആ ബാക്ക് സ്റ്റാബിങ് തിരിച്ചറിയാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് വളരെയധികം സൂക്ഷിക്കണം. ചുറ്റുമുള്ളവർ തന്നെയാണ് നിങ്ങളുടെ ശത്രുക്കളായിട്ട് നിൽക്കുന്നത്. അവർ നിങ്ങളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്, എന്തോ കാര്യങ്ങളിൽ നിങ്ങളുമായിട്ട് മത്സരിക്കുകയും നിങ്ങളെ ചലഞ്ച് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ആളുകൾ നിങ്ങൾക്കെതിരെ പിന്നിൽ നിന്ന് കുത്താനോ നിങ്ങൾക്കെതിരെ സംസാരിക്കാനോ നിങ്ങളെ ചതിക്കാനോ സാധ്യതയുള്ളതായിട്ടാണ് ഈ 10 ഓഫ് സോഡ്സിൻ്റെ എനർജി പറയുന്നത്. ഈ 10 ഓഫ് സോഡ്സ് വീണ് കിടക്കുന്ന ഒരു എനർജി ആയതുകൊണ്ട് തന്നെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകൾ സൂക്ഷിക്കണം. അതുപോലെ കത്തി കൊണ്ടോ ആയുധങ്ങൾ കൊണ്ട് മുറിവേൽക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം. പിന്നെ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ കാർഡാണ്. ഇവിടെ ഒരു കാർമിക് സൈക്കിൾ എൻഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. കാർമിക് സൈക്കിൾ കൂടുതലും മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിറ്റി വരുന്നതുമായി ബന്ധപ്പെട്ടാണ്. ആർഗ്യുമെൻറ്റ്സ് നടക്കുക, അവിടെ ക്ലാരിറ്റി ഉണ്ടാവുക, അവിടെ ഒരു കർമ്മ എൻഡായി പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പം വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ കാർഡ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ കാർമിക് സൈക്കിൾ എൻഡ് ആവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന് ശേഷം ഒരു റിലീഫ് തോന്നാൻ സാധ്യതയുണ്ട്. അതുപോലെ വളരെ ലക്കുള്ളൊരു ദിവസമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചിട്ടി അടിക്കുക, ലോട്ടറി എടുക്കുന്നവർക്ക് ലോട്ടറി അടിക്കുക, കിട്ടാതിരുന്ന പണം കിട്ടുക, കാത്തിരുന്ന ജോലി കിട്ടുക, അങ്ങനെയുള്ള പണവുമായി ബന്ധപ്പെട്ടുള്ള സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള പോലെ കാണുന്നുണ്ട്. പിന്നെ ഓൾറെഡി പറഞ്ഞ പോലെ 5 ഓഫ് വാണ്ട്സിൻ്റെ എനർജി ഉണ്ട്. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ തന്നെയാണ് നിങ്ങളോട് മത്സരിക്കുന്നതായിട്ട് കാണുന്നത്. അവർ നിങ്ങൾക്കെതിരെ കോൺസ്പിരസി, ഗൂഢാലോചന, ഗോസിപ്പ് ഒക്കെ നടത്തുന്നുണ്ടായിരിക്കും, നിങ്ങളത് അറിയുന്നില്ലെന്ന് മാത്രം. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യത ഉള്ളതായിട്ടാണ് 5 ഓഫ് വാണ്ട്സ് പറയുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആയിരിക്കാം കേട്ടോ. നിങ്ങൾ കടുത്ത മാനസിക സംഘർഷത്തിലിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവർ എന്ത് പറയും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നത് എന്നൊക്കെ ഓർത്ത് നിങ്ങളായിട്ട് കോൺഫ്ലിക്റ്റഡ് ആയിരിക്കുന്നതാകാൻ സാധ്യതയുണ്ട്. അതാണ് 5 ഓഫ് വാണ്ട്സ്. നെക്സ്റ്റ് ക്യൂൻ ഓഫ് സോഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ നിയന്ത്രിക്കുന്ന ഏതോ ഒരു ആൾ, നിങ്ങളെ ആരെങ്കിലും ഇന്നേ ദിവസം നിയന്ത്രിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അപ്പോൾ നിങ്ങളെ ഇന്ന് നിയന്ത്രിക്കുന്ന മറ്റേതെങ്കിലും ഒരു എനർജി, അല്ലെങ്കിൽ നിങ്ങളെ വർക്ക് പ്ലേസിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഏത് മേഖലയിലാണോ വർക്ക് ചെയ്യുന്നത് അവിടെ ചിലപ്പോൾ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഹയർ അതോറിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ കൂടെയുള്ള ആളുകൾ തന്നെ ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ എന്താ പറയുക മറ്റുള്ളവരുടെ
ക്രോസ് ക്വസ്റ്റ്യനിങ്ങിന് നിന്ന് കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ക്യൂനോസോഡ്സ് എന്ന് പറയുന്നത്. അതായത് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളും കുറച്ച് കാർക്കശ്യത്തോടു കൂടി നിൽക്കുന്ന ദിവസമായിരിക്കും, ഈഗോയിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ദിവസമായിരിക്കും. വെട്ടൊന്നും മുറി രണ്ട്, അതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക. അവിടെ പുതിയ പുതിയ ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് ആദ്യം പറഞ്ഞതുപോലെ 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്രതീക്ഷിതമായ സമയങ്ങളിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് സഹായം കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പാസ്റ്റിൽ നിന്നും നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളോ പഴയ കൂടെ ജോലി ചെയ്തവരോ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ആയിട്ട് സമ്പർക്കത്തിൽ വരാനോ അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കാനോ സാധ്യതയുണ്ട്. അതാണ് 6 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. പിന്നെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന്, ഇവിടെ 2 കാർഡ് പാസ്റ്റ് ലൈഫിന് വന്നിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതാണ് 6 ഓഫ് കപ്സ് പറയുന്നത്. അതുപോലെ ഡെത്ത് ആൻഡ് റീബർത്ത് പറയുന്നതും നിങ്ങളുടെ ലൈഫിലെ ഇപ്പോൾ വീൽ ഓഫ് ഫോർച്യൂണും കൂടി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലെ ഒരു സൈക്കിള് എൻഡായി പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻഡായി പോകുന്നതായിട്ടും പുതിയ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്നതായിട്ടുമാണ് കാണുന്നത്. അതാണ് ഡെത്ത് ആൻഡ് റീബർത്ത് പറയുന്നത്. അപ്പോൾ ഡെത്ത് ആൻഡ് റീബർത്ത് വരുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം അവിടെ കുറച്ച് പ്രശ്നങ്ങളുള്ളൊരു കാർഡാണ്, ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡാണ്. നിങ്ങൾ ശരിക്കും നിങ്ങളൊരു പരിവർത്തനം നടക്കുന്നു, നിങ്ങൾ മുൻപുണ്ടാതിരുന്നതിൽ നിന്ന് മാറി മറ്റൊരു ചിന്താഗതി ഉള്ളൊരു വ്യക്തിയാവുക, നിങ്ങളിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവുക, അതൊക്കെയാണ് ഡെത്ത് ആൻഡ് റീബർത്ത് പറയുന്നത്. നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളിൽ എൻഡായി പോകുന്നതാവാനും സാധ്യതയുണ്ട്. അതാണ് ഡെത്ത് കാർഡ് പറയുന്നത്. അപ്പോൾ ഈ ഡെത്ത് കാർഡും വീൽ ഓഫ് ഫോർച്യൂണും ഒരുമിച്ച് വരുമ്പോൾ ഇവിടെ ഇമോഷണലി മിക്കവാറും കുറേ കാര്യങ്ങളൊക്കെ ഡെത്തായി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ട ആയിരുന്ന നിങ്ങളുടെ ക്ലോസ്ഡ് ഹാർട്ട് ആയിട്ടുള്ള കുറേ ആളുകളോട് നിങ്ങൾക്ക് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവുകയും അവരിൽ നിന്ന് അകന്ന് മാറി നിൽക്കാൻ നിങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്നതാകാൻ സാധ്യതയുണ്ട്. കുറച്ച് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇതാണ് ഇന്നത്തെ ഒരു ഡയറക്റ്റ് അല്ലെങ്കിൽ ഡിവൈൻ ഗൈഡൻസ് എന്ന് പറയുന്നത്. എന്താണ് ഏഞ്ചൽസ് ഗൈഡൻസ് നോക്കാം. ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്താണ്? അപ്പോൾ ചോദ്യങ്ങൾ മനസ്സിൽ വിചാരിച്ചോളൂ. എന്താണ് ഏഞ്ചൽസ് മറുപടി തരേണ്ടുന്ന ചോദ്യങ്ങൾ? ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. ഒന്നാമത്തെ ചോദ്യം, വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്, അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ എന്നാണ് ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത്. സെക്കൻഡ് കാർഡ് നോ എന്ന് വന്നിട്ടുണ്ട്, നോ. ദെൻ തേർഡ് കാർഡ് അബണ്ടൻസ് ആണ്. അപ്പോൾ ഇന്ന് വളരെ അബണ്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. 10 ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജി കൊണ്ട് വളരെ അബണ്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഈ അബണ്ടൻസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാത്രമല്ല കേട്ടോ. നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അത് നിങ്ങൾക്ക് സ്വന്തമാകുമ്പോൾ നിങ്ങൾക്കത് അബണ്ടൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഹാപ്പിനെസ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഹാപ്പിനെസ്, പണമാണെങ്കിൽ പണം, ജോലിയാണെങ്കിൽ ജോലി, ഇനി ഒരു റെക്കഗ്നേഷൻ ആണെങ്കിൽ റെക്കഗ്നേഷൻ, അതെല്ലാം ഉള്ളൊരു ദിവസമായിട്ട് തന്നെയാണ് നമ്മളിന്നിവിടെ കണ്ടിട്ടുള്ളത്. ഇമോഷണലി കുറച്ച് പക്ഷേ നിങ്ങൾ കുറച്ച് കൺട്രോൾ ചെയ്ത് നിൽക്കണം. അവിടെ കുറച്ച് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് റൊമാൻസ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. റൊമാൻസ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് റൊമാൻസ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? എന്തിനാണ് ഈ ഒരു സീക്വൻസ് ഉൾപ്പെടുത്തിയേക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും റീഡിങ് കാണാനൊരു താല്പര്യം വേണ്ടേ അല്ലേ? ഫസ്റ്റ് റിലീസ് യുവർ എക്സ് ആണ്. അപ്പോൾ പാസ്റ്റിലുണ്ടായിരുന്ന ട്രോമാസിനെ എല്ലാം നിങ്ങൾ വേണ്ടെന്ന് വെക്കൂ. ആ എനർജീസിനെല്ലാം ക്ലിയർ ചെയ്യൂ. എങ്കിൽ മാത്രമാണ് പുതിയ എനർജീസിന് വന്ന് നിങ്ങൾക്കുള്ളിൽ അബോർഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ്. നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യും, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്നത് നിർത്തുക. ഈ ഒക്കേഷൻസ് എല്ലാം നാച്ചുറലായിട്ട് അൺഫോൾഡ് ആവട്ടെ എന്നാണ്. നിങ്ങളായിട്ട് ഒന്നിനെയും കൺട്രോൾ ചെയ്ത് വെക്കണ്ട, നാച്ചുറലി എല്ലാം അൺഫോൾഡ് ആവട്ടെ എന്ന് പറയുന്നുണ്ട്. വർത്ത് വെയിറ്റിംഗ് ഫോർ. അപ്പം നിങ്ങളുടെ ഡിവൈൻ ടൈം വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് ആവശ്യമാണ്. ഫ്ലേർട്ടാണ്. നിങ്ങളുടെ ലൈറ്റ് ഹാർട്ടഡ് എനർജി ആയ ഫ്ലേർട്ടിനെസ്, ഫണ്ണിയായിട്ട്, വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട്, വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് മറ്റുള്ളവരെ തുറന്ന് സ്നേഹിക്കൂ. അപ്പോൾ നിങ്ങളുടെ ലവ് ലൈഫ് കുറച്ചുകൂടി സ്മൂത്തായിട്ട് വരുമെന്നാണ് കാണുന്നത്. ഇതാണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താണെന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.